വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ സോണർ. നമ്മള് ഫസ്റ്റ് തന്നെ ഒരു സോറി ചോദിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും. കാരണം കുറച്ച് ദിവസം ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്റെ സിസ്റ്ററിന് എക്സാം ടൈം ആണിപ്പോ. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്ക്, പിന്നെ അതേപോലെ തന്നെ കോളേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു തിരക്ക് കാരണമാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇനി തൊട്ട് നമുക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ സാധാരണ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ഇട്ടും. ഓക്കെ, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ സെക്കൻഡ് ചാപ്റ്റർ ആണ്. പിന്നെ ഒത്തിരി പേരല്ല, കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈക്കോളജി എടുക്കോ സോഷ്യോളജി എടുക്കോ എന്നുള്ളത്. സോഷ്യോളജി എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സിമ്പിൾ സബ്ജക്റ്റ് ആണ് സോഷ്യോളജി. കുറച്ചൊന്നും നിങ്ങൾ തന്നെ ഇരുന്ന് വായിച്ചാൽ മതി സോഷ്യോളജി. അറിയാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് പറഞ്ഞുതരാം. പിന്നെ സൈക്കോളജി എന്തായാലും തുടങ്ങാം. ബട്ട് സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുറച്ചും കൂടെ പ്രിപ്പയർ ആയിട്ട് വേണം. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ അധികം പ്രിപ്പയർ ചെയ്താലാണ് എനിക്ക് സൈക്കോളജി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം നമുക്ക് ബാക്കി ഈ സബ്ജക്റ്റുകളെല്ലാം ഒന്ന് കവറപ്പ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് കവറപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ സൈക്കോളജി തുടങ്ങാം. എക്സാമിന്റെ ഒക്കെ സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും സൈക്കോളജി എന്തെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ എല്ലാ ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാൻ പോകുന്നില്ല. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളായിരിക്കും ഞാൻ ഇനി എല്ലാ വീഡിയോസിലും ഇടുന്നത്. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ സെക്കൻഡ് യൂണിറ്റ് ഓഫ് നഴ്സിംഗ് ഫൗണ്ടേഷൻ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് ചാപ്റ്ററിന്റെ നെയിം ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്നാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവൽസ് ഓഫ് ഇൽനെസ് പ്രിവെൻഷൻ. അതായത് നമ്മൾ ഇൽനെസ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. അതൊരു ഡിസീസ് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സിംറ്റം, എങ്ങനെയാണ് ഒരു ഡിസീസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ഡിസീസ് നമ്മുടെ ബോഡി അത് എങ്ങനെയാണ് ആ ഡിസീസിനോട് റിയാക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഇൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനി ഇൽനെസിന്റെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഓഫ് ഇൽനെസ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് പ്രിവെൻഷൻ ആൻഡ് പ്രൈമറി കെയർ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഹെൽത്ത് പ്രൊമോഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. പിന്നെ ഹെൽത്ത് കെയർ ടീമിൽ ആരൊക്കെയാണ്, ഒരു ഹോസ്പിറ്റലിൽ ഹെൽത്ത് കെയർ ടീംസ് ഉണ്ടാവും, അതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ് എന്തൊക്കെയാണെന്ന് പഠിക്കും. അതായത് ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ ക്ലിനിക്സ്, അങ്ങനെയൊക്കെ അതൊക്കെ പഠിക്കും. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ ടൈപ്സ്, അതേപോലെ തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഹെൽത്ത് പ്രൊമോഷനും പിന്നെ പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് ഇറ്റ്സ് PHC എന്ന് കേട്ടിട്ടുണ്ടോ, പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പം അതിനെയൊക്കെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവുക. സോ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇസ് ഡിഫൈൻഡ് as the aggregate of institutions, organization and persons who enter the healthcare system, who have a responsibility which include the promotion of health, prevention of illness, detection and treatment of diseases and rehabilitation. So health care delivery system എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും അതിനകത്ത്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ പേഴ്സൺസ് ഉണ്ടാവും. ആ പേഴ്സൺസ് മെയിൻലി അതിൻ്റെ ഉള്ളിലുള്ള ഈ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ മെയിൻ എയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഡിസീസസുകൾ പ്രിവെന്റ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ഡയഗ്നോസ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഡിസീസസുകൾ കണ്ടുപിടിക്കുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, ക്യൂർ ചെയ്യുക, മാക്സിമം പറ്റുന്ന ക്യൂറബിൾ ഡിസീസുകൾ ആണെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്യുക, അതിനുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൽ ഉണ്ടാവുക. സോ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ healthcare delivery system is defined as the aggregate of institutions, organization and persons who enter the healthcare system, who have a responsibility which include the promotion of health, prevention of illness, detection and treatment of disease and rehabilitation. Okay, നെക്സ്റ്റ് നമ്മൾ ഹെൽത്ത് പ്രൊമോഷൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ. ഞാൻ നോട്ട്സ് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ ഇട്ടേക്കാം. ഇതുവരെയും കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ആവാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് എന്റെ ബയോയിലുണ്ട്, അതിനകത്ത് പോയി ആ ലിങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ കയറാവുന്നതാണ്. അതിനകത്ത് ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ട്സ് ഒക്കെ ഇടുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ അനാറ്റമി ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അനാറ്റമി ഫിസിയോളജി ഫസ്റ്റ് ചാപ്റ്റർ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അതേപോലെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫസ്റ്റ് ചാപ്റ്റർ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ നോട്ട്സ് ഇടുന്നതായിരിക്കും. സോ ഇതുവരെ കയറാത്തവരാണെങ്കിൽ അതിനകത്തേക്കൊന്ന് ജോയിൻ ആവാം, നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ,
സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ ആണ്. ഓക്കെ, health promotion is a social and political process that empowers individuals through actions that strengthen skills and capabilities. സോ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ പ്രോസസ്സാണ്, അതേപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മുടെ കേപ്പബിലിറ്റീസ്, നമ്മുടെ എബിലിറ്റീസ് എന്തൊക്കെയാണോ അതൊക്കെ ഒന്നും കൂടെ സ്ട്രെങ്തേൺ ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഡിസീസസുകൾ ഒന്നും ഇല്ലാതെ, ഇൽനെസ്സുകൾ ഒന്നും ഇല്ലാതെ നമ്മുടെ കേപ്പബിലിറ്റീസും നമ്മുടെ എല്ലാ എബിലിറ്റീസും നമുക്ക് ഒന്നുകൂടെ സ്ട്രെങ്തേൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനെയാണ്, ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഹെൽത്ത് പ്രൊമോഷൻ. ഓക്കെ, ഈ ഒരു ഡെഫിനിഷൻ തന്നിട്ടുള്ളത് മെക് ക്യൂൻ എന്ന് പറയുന്ന ഒരാളാണ്. ഇനി ഒ ഡോണൽ എന്ന് പറയുന്ന ഒരാള് നമുക്ക് ഹെൽത്ത് പ്രൊമോഷൻ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് art and science of helping people strive for optimal health through learning experiences as well as supportive environment. അതായത് ഈ ഒപ്റ്റിമൽ, അതായത് ബേസിക് ആയിട്ടുള്ള ഹെൽത്തിന്റെ കെയർ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ പ്രോസസ്സിനെയാണ് ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി WHO മീൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സോ WHO പറയുന്ന ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് ഇനേബിളിംഗ് പീപ്പിൾ ടു ഇൻക്രീസ് കൺട്രോൾ ഓവർ ആൻഡ് ഇംപ്രൂവ് ദെയർ ഹെൽത്ത് to reach a state of complete physical, mental and social well-being. An individual or group must be able to identify and realize aspirations to satisfy needs and to change or cope with the environment. അതായത് WHO പറയുന്ന ഡെഫിനേഷൻ, ഹെൽത്ത് പ്രൊമോഷന്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോസസ്സാണ്. എല്ലാവരും പറയുന്ന ഒരു പ്രോസസ്സാണ് ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത്, അതായത് ഡിസീസ് പ്രിവെന്റ് ചെയ്ത് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. അത് എല്ലാ ആസ്പെക്റ്റിലും, സോഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും എല്ലാത്തിലും ഒരു ഓൾ ഓവർ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യിക്കുക, ഒരു നമ്മുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹെൽത്ത് പ്രൊമോഷൻ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് WHO. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹെൽത്ത് പ്രൊമോഷന്റെ അപ്രോച്ചസ് നോക്കാം. മെയിൻലി 4 അപ്രോച്ചസ് ആണ് മെയിൻലി ഹെൽത്ത് പ്രൊമോഷൻ ഉള്ളത്. ഫസ്റ്റ് അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിംഗ് ഹെൽത്തി സിറ്റീസ്, അതായത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സിറ്റീസ് ഉണ്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇംപ്രൂവിങ് ഹെൽത്ത് ലിറ്ററസി, അതായത് ഇപ്പം ഹെൽത്തിനെ കുറിച്ചിട്ട് എല്ലാവരും അവെയർ ആയിരിക്കണം എന്നില്ല. ഓക്കെ, എങ്ങനത്തെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, പേഴ്സണൽ ഹൈജീൻ ആണെങ്കിലും അതേപോലെ തന്നെ അസെപ്റ്റിക് ടെക്നിക്സുകൾ, അങ്ങനെ ഒത്തിരി നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡെയിലി എക്സസൈസസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. സോ എങ്ങനെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും അതിനെല്ലാം കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക, അതും ഒരു ഹെൽത്ത് പ്രൊമോഷന്റെ അപ്രോച്ച് ആണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഹെൽത്തും അതേപോലെ തന്നെ ഹെൽത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് അപ്രോച്ച് ഈസ് മേക്കിംഗ് എവറി സ്കൂൾ എ ഹെൽത്ത് പ്രൊമോട്ടിംഗ് സ്കൂൾ. എല്ലാ സ്കൂളുകളിലും ഹെൽത്ത് പ്രൊമോഷൻ സർവീസസുകൾ നടത്തുക, എല്ലാം സ്കൂൾ ലെവലിലെ തൊട്ട് ഹെൽത്ത് പ്രൊമോഷന്റെ ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഹെൽത്ത് പ്രൊമോഷൻ അയൺ ടാബ്ലറ്റ്സ് നമുക്ക് തരും. അതേപോലെ മിഡ് ഡേ മീൽ, നമുക്ക് ഉച്ചക്കഞ്ഞി അങ്ങനെ പറയില്ലേ, അതെല്ലാം നമ്മുടെ മെയിൻലി നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് ന്യൂട്രീഷന് വേണ്ടിയിട്ടൊക്കെയാണ് തരുന്നത്. സോ സ്കൂൾ ആ ഒരു ടൈം പീരീഡിൽ തൊട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഹെൽത്ത് പ്രൊമോഷൻ എന്നുള്ള ഒരു മൈൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇതൊരു ഹെൽത്ത് പ്രൊമോഷന്റെ അപ്രോച്ച് ആണ്. ഓക്കെ, സോ ഹെൽത്ത് പ്രൊമോഷന് മെയിൻലി 4 അപ്രോച്ചസ് ആണുള്ളത്. ഫസ്റ്റ് അപ്രോച്ച് ഇസ് ക്രിയേറ്റിംഗ് ഹെൽത്തി സിറ്റീസ്, നെക്സ്റ്റ് ഇസ് ഇംപ്രൂവിംഗ് ഹെൽത്ത് ലിറ്ററസി, പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആൻഡ് മേക്കിംഗ് എവറി സ്കൂൾ എ ഹെൽത്തി ഹെൽത്ത് പ്രൊമോട്ടിംഗ് സ്കൂൾ. ഇനി അടുത്തത് ഹെൽത്ത് പ്രൊമോഷനിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഫസ്റ്റ് വരുന്നത് പ്രിവെന്റീവ് സർവീസസ്, അതായത് എന്തെങ്കിലും അസുഖങ്ങൾ, ഏതൊക്കെ അസുഖങ്ങളാണെങ്കിലും പ്രിവെന്റ് ചെയ്യാനുള്ള നേരത്തെ കൂട്ടി ഒരു അസുഖം വരുന്നതിന് മുന്നേ തന്നെ പ്രിവെൻഷൻ ചെയ്യുന്ന മെഷേഴ്സുകൾ. ഓക്കെ, എക്സാമ്പിൾ ഇമ്മ്യൂണൈസേഷൻ, സ്ക്രീനിങ് ഫോർ ക്യാൻസേഴ്സ്, എല്ലാ ഡിസീസിനുള്ള നേരത്തെ ഏർലി ഡയഗ്നോസിസ് ആണ് പ്രിവെന്റീവ് മെഷേഴ്സ്. നെക്സ്റ്റ് ഇസ് പ്രിവെന്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള ഡെങ്കു, മലേറിയ, ഇതൊക്കെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ എൻവയോൺമെന്റ് ഫുൾ സാനിറ്റേഷൻ ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാം കളയുക. അപ്പൊ അതൊക്കെ നമുക്ക് ഡിസീസ് വരുന്നതിന് മുന്നേ
ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഇന്ന ഡിസീസുകളൊന്നും വരില്ല. അപ്പം പ്രിവെന്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രിവെന്റീവ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ. അതായത് നമ്മൾ വാട്ടർ മൊത്തം ഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടർ, അതേപോലെ തന്നെ അയോഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ പ്രിവെന്റീവ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഇസ് പോസിറ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, നെക്സ്റ്റ് ഇസ് പോസിറ്റീവ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ, and the last one is health education for positive health protection. Okay, so these are the health promotion activities. അപ്പോൾ ഹെൽത്ത് പ്രൊമോഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്, ലെവൽസ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ. അതായത് ഒരു ഡിസീസ് വരുന്നതിന് മുന്നേയും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാലും എങ്ങനെ നമുക്ക് അതൊക്കെ പ്രിവെന്റ് ചെയ്യാം, ഓക്കെ, തടയാം, അതിന്റെ വേഴ്സൺ സിറ്റുവേഷനിൽ എങ്ങനെ ആകാതിരിക്കാം, അതെല്ലാം നമ്മൾ നോക്കണതാണ് ഈ ലെവൽസ് ഓഫ് ഡിസീസ് പ്രിവെൻഷനിൽ. അപ്പൊ നമുക്ക് മെയിൻലി വരുന്നത് 4 ലെവൽസുകളാണ്. ഓക്കെ, ഇത് നമുക്ക് ഈ ലെവൽസ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ചോദിച്ചാലും ലെവൽസ് ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ ചോദിച്ചാലും നമുക്ക് ഇതേ ആൻസേഴ്സ് തന്നെ എഴുതി വെക്കാം. സോ ലെവൽസ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിൻലി നമുക്ക് 4 ലെവൽസ് ആണുള്ളത്. അതിനു മുന്നേ നമുക്ക് പ്രിവെൻഷൻ എന്താന്നുള്ളതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് patients or the members of the public from actual or potential health threats and their harmful consequences. അതായത് നമ്മൾ പ്രിവെൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസീസ് വരുന്നതിന് മുന്നേ ഒരു പേഷ്യന്റിനോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഒരു കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോ അസുഖം വരുന്നതിന് മുന്നേ, ഡിസീസസ് ഓർ ഇൽനെസസ് വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് മെഷേഴ്സ്, കുറച്ച് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഡിക്ഷണറി ഓഫ് എപ്പിഡമോളജി, ആ ഒരു ബുക്കിൽ നിന്നാണ് ഈ ഒരു ഡെഫിനേഷൻ ഓഫ് പ്രിവെൻഷൻ വന്നിരിക്കുന്നത്. ഒന്നും കൂടി ഞാൻ വായിക്കാം. ആക്ടിവിറ്റീസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് പേഷ്യൻസ് ഓർ ദി മെമ്പേഴ്സ് ഓഫ് ദി പബ്ലിക് ഫ്രം ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ ഹെൽത്ത് ത്രെറ്റ്സ് ആൻഡ് ദെയർ ഹാർംഫുൾ കോൺസിക്വൻസസ്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡിസീസ് പ്രിവെൻഷനിൽ വരുന്ന ലെവൽസുകൾ നോക്കാം. ഓക്കെ, മെയിൻലി വരുന്നത് ഞാൻ പറഞ്ഞു 4 ലെവൽസുകളാണ്. ഞാൻ ഈ സൈഡിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. സോ ഫസ്റ്റ് ലെവൽ വരുന്നത് പ്രിമോഡിയൽ പ്രിവെൻഷൻ ആണ്. ആൻഡ് അടുത്തത് വരുന്നത് പ്രൈമറി പ്രിവെൻഷൻ, അടുത്തത് സെക്കൻഡറി പ്രിവെൻഷൻ, ആൻഡ് ദ ലാസ്റ്റ് ലെവൽ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ഇസ് ടെർഷ്യറി പ്രിവെൻഷൻ. സോ 4 നല്ല എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പ്രിമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓക്കെ, സോ ഫസ്റ്റ് ലെവൽ നമ്മൾ പറയുമ്പോൾ പ്രൈമറി ലെവൽ ഓഫ് ഡിസീസ് primordial level of disease prevention, primary level of disease prevention, secondary level of disease prevention, and the tertiary level of disease prevention. So നമുക്ക് ആദ്യം എന്താണ് primordial prevention എന്ന് നോക്കാം. Okay, in 1978 Strasser coined the term primordial prevention to mean activities that prevented the penetration of risk factors into population. അതായത് ഇപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോ ക്യാൻസർ പോലുള്ള ഈ ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസുകൾ വരാൻ കാരണം ഹെറിഡിറ്ററി ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആവാം. സോ ഇതെല്ലാം മേ ബി ഇതൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ പോപ്പുലേഷനിലേക്ക്, ഇതൊക്കെ റിസ്ക് ഫാക്ടർ ആണ്. ക്യാൻസർ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പറയാറില്ലേ കുറെ ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കാൻ പാടില്ല, അതല്ലാന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ചെയ്തിട്ട് ലങ് ക്യാൻസർ വരും. സോ ഇതെല്ലാം റിസ്ക് ഫാക്ടർ ആണ്. ഈ സ്മോക്കിംഗ്, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകള്, കാർബണേറ്റഡ് ഫുഡ്സ്, അപ്പോൾ ഇതൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം. ഓക്കെ, സോ ഇതെല്ലാം ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഈ റിസ്ക് ഫാക്ടർ ഒക്കെ നമ്മൾക്ക് പോപ്പുലേഷന്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്ന ആ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രിമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു ഡിസീസ് വരുന്നതിന് മുന്നേ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കി അത് പോപ്പുലേഷന് ധരിപ്പിച്ചു കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ പ്രിമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പ്രിമോഡിയൽ പ്രിവെൻഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രിവെൻഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് themselves beginning with the change in social and environmental conditions in which these factors are observed to develop and continue in high risk children, adolescents and young adults. Okay, ചിൽഡ്രൻസിലും അതേപോലെ തന്നെ അഡോളസൻസിലും യങ് അഡൽട്സിലൊക്കെ നമ്മൾ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലെ കൊടുക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും. ഇപ്പം ഈ പറഞ്ഞ പോലെ ക്യാൻസർ കാര്യങ്ങൾ, ഇപ്പം സ്മോക്കിംഗ് ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ആൽക്കഹോളിസം സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാം ആൾക്കാരിലേക്ക്, മെയിൻലി ചിൽഡ്രൻസ്, അഡോൾസൻസ്, യങ് അഡൽട്സ്, അവരിലേക്കൊക്കെ എത്തിക്കണം. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ പ്രിമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്രിമോഡിയൽ പ്രിവെൻഷനിൽ നമുക്ക് എല്ലാ ലെവൽസ് ഓഫ് പ്രിവെൻഷനിലും
സ്ട്രാറ്റജീസ് ഉണ്ട്, പലതരം സ്ട്രാറ്റജീസ് ഉണ്ട്. ഇനി പ്രിമോഡിയൽ ലെവൽ ഓഫ് ഡിസീസ് പ്രിവെൻഷനിൽ വരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസുകളൊക്കെ ആണെങ്കിൽ എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ നടത്തുന്നത്, അതായത് സാനിറ്റേഷൻ ചെയ്യുക, ഫുൾ ക്ലീൻ ആക്കി ഇടുക, ഓക്കെ, എല്ലാം ഒരു ഇപ്പൊ മെന്റൽ ഡിസീസുകളാണെങ്കിൽ ഫുൾ നമ്മുടെ എൻവയോൺമെന്റ് ഫുൾ ഒരു പീസ്ഫുൾ എൻവയോൺമെന്റ് ആക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു എൻവയോൺമെന്റ് ആക്കുക, അതിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ പറയുന്നത്. പിന്നെ ഗുഡ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, അതറിയാലോ, ഗുഡ് ഫുഡും അതേപോലെ തന്നെ നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. നെക്സ്റ്റ് ഇസ് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് റെഗുലർ എക്സസൈസസ്, എന്താണെങ്കിലും ഇപ്പം നടക്കാൻ പോവുക, അതേപോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. സോ നെക്സ്റ്റ് ഇസ് പ്രിവെൻഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് യൂസ്. നെക്സ്റ്റ് ഇസ് ഹെൽത്തി യൂസ് ഓഫ് ലേഷർ ടൈം ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. അതായത് നമ്മളിപ്പം വെറുതെ കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ നമ്മൾ കിടന്നും മറിഞ്ഞൊക്കെ ഇരുന്ന് ഫോൺ നോക്കും. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഇപ്പം ഫിസിക്കലി അല്ല മെന്റലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു ലേഷർ ടൈമിലൊക്കെ അവര് എന്ത് ചെയ്യണം, എന്തെങ്കിലും റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. നെക്സ്റ്റ് ഇസ് എൻഷുറിംഗ് ബേസിക് നീഡ്സ് സച്ച് ആസ് ഫുഡ്, ഹൗസിംഗ് എക്സെട്ര. ആൻഡ് നെക്സ്റ്റ് ഇസ് എൻഷുറിംഗ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. Next is prevention of abuse against vulnerable population, and next is health education. So these are the strategies of primordial level of disease prevention. Next is primary level. Okay, primary prevention includes action taken prior to the onset of disease. അതായത് ഡിസീസസ് വരുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എടുക്കുന്നത്, അതായത് ഡിസീസ് വന്ന ആ ഒരു ടൈമിന് തൊട്ട് മുന്നേ നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ. നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു പ്രിവെൻഷൻ ആണ് പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, വിച്ച് റിമൂവ്സ് ദ പോസിബിലിറ്റി ദാറ്റ് ദ ഡിസീസ് വിൽ എവർ ഒക്വർ. പ്രൈമറി പ്രിവെൻഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ഫോളോയിങ് 2 components. ഓക്കെ, ഇതിൽ വരുന്ന 2 സ്ട്രാറ്റജീസ് ആണ്. ഈ 2 components ആണ് health promotion and specific protection. So what will be health promotion? Health promotion, it is the process of enabling people to increase control over the determinants of health and thereby improve their health. അതായത് നമ്മള് പീപ്പിളിന്റെ ആൾക്കാരുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഈ ഡിസീസസുകൾ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ ഫുൾ നമ്മൾ കൺട്രോൾ ചെയ്യിപ്പിക്കുകയാണ്. പീപ്പിൾസിനെ, ആ ഇൻഡിവിജ്വൽസിനെ കൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അവരുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഹെൽത്ത് പ്രൊമോഷൻ. നെക്സ്റ്റ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന വാക്സിൻസുകൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ ട്യൂബർക്ലോസിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഡെലിവറി ആയപ്പോൾ തന്നെ നമ്മൾ BCG വാക്സിൻ കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ പോളിയോ വാക്സിൻസ് കൊടുക്കും. അങ്ങനെ പല വാക്സിനേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇതൊക്കെയാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻസ്. ഓക്കെ, സോ നമ്മുടെ പ്രൈമറി ലെവലിൽ വരുന്ന 2 സ്ട്രാറ്റജീസ് ആണ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ആൻഡ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആക്ഷൻ ദാറ്റ് ഹാൽസ് ദ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ് അറ്റ് ഇറ്റ്സ് ഇൻസിപ്പിയന്റ് സ്റ്റേജ് ആൻഡ് പ്രിവെന്റ്സ് കോംപ്ലിക്കേഷൻ. അതായത് ഒരു അസുഖം വന്നു, അതിന്റെ ആ ഒരു അസുഖത്തിന്റെ ഓൺസെറ്റിൽ എടുക്കുന്ന ഒരു പ്രിവെൻഷൻ ആണ് പ്രൈമറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസീസ് നമ്മുടെ ബോഡിയിലുണ്ട്, ബട്ട് അതിന്റെ വേഴ്സൺ സിറ്റുവേഷനിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷനിൽ പറയാം. ഇതിനകത്ത് വരുന്ന 2 സ്ട്രാറ്റജീസ് ആണ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഏർലി ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ എന്താണ്, നമ്മള് ഒരു അസുഖം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോ പല ക്യാമ്പുകൾ ഉണ്ടാവും, മെഡിക്കൽ ക്യാമ്പ്സിന് കയറിയിട്ടില്ലേ, ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇവിടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുക. സോ ആ ഒരു നമുക്ക് എന്താ പറയാ, നമ്മൾ ഒരു റെഗുലർ ചെക്കപ്പ്, നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു റെഗുലർ ചെക്കപ്പ് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, എന്തെങ്കിലും അസുഖം ബൈ ചാൻസ് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ വേഴ്സൺ സിറ്റുവേഷനിൽ ആവാണ്ട് തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ഇസ് ലാസ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് ടെർഷ്യറി പ്രിവെൻഷൻ, used when the disease process has advanced beyond its early stages. It was defined as all the measures available to reduce or limit impairments and disabilities and to promote the patient adjustment to current situation. അതായത് ഒരു ഡിസീസ് വന്നു, നമ്മൾ സെക്കൻഡറി ലെവൽ പ്രിവെൻഷൻ നടത്തി, അത് കഴിഞ്ഞ് പേഷ്യന്റിന് എന്താ പറയാ, ഒരു ഇമ്പയർമെന്റോ അല്ലെങ്കിൽ ആ ഒരു അസുഖം കാരണം ഒരു ഡിസബിലിറ്റിയോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അതായത് കറന്റ് സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ സഹായിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസുകളായിരിക്കും
ഈ ടെറിഷറി ലെവൽ ഓഫ് ഡിസീസ് പ്രിവെൻഷനിൽ വരാം. ഇതിൽ വരുന്ന 2 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഡിസബിലിറ്റി ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രിവെൻഷൻ ഓഫ് ട്രാൻസിഷൻ ഓഫ് ഡിസീസ് പ്രോസസ് ഫ്രം ഇമ്പയർമെന്റ് ആൻഡ് ഹാൻഡിക്യാപ്പ്. അതായത് ഇപ്പോ ഈ ഡയബറ്റീസ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ കേട്ടില്ല, ഡയബറ്റീസ് ആയതുകൊണ്ട് നമ്മൾ കാല് മുറിച്ച് കളഞ്ഞു, അങ്ങനത്തെ ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത്. റീഹാബിലിറ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് ആൻഡ് കോർഡിനേറ്റഡ് യൂസ് ഓഫ് മെഡിക്കൽ, സോഷ്യൽ, എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ മെഷേഴ്സ് ഫോർ ട്രെയിനിങ് ആൻഡ് റീട്രെയിനിങ് ദ ഇൻഡിവിജ്വൽ ടു ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഫങ്ഷണൽ എബിലിറ്റി. അതായത് ഡിസീസ് വന്നു റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുന്ന സർവീസസുകളെയാണ് എല്ലാ ലെവലിലും, സോഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും ഏതൊരു ആസ്പെക്റ്റിലും നമ്മൾ കൊടുക്കുന്ന സർവീസസുകൾ നമ്മൾ റീഹാബിലിറ്റേഷൻ പീരീഡിലായിരിക്കും കൊടുക്കാം. സോ നമുക്ക് ലെവൽസ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് മെയിൻലി 4 ലെവൽസ് ആണുള്ളത്. ഫസ്റ്റ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിമോഡിയൽ ലെവൽ ഓഫ് പ്രിവെൻഷൻ, സെക്കൻഡ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ലെവൽ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ, സെക്കൻഡറി ലെവൽ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ടെറിഷറി ലെവൽ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ. പ്രൈമറിയിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. എൻവയോൺമെന്റ് സാനിറ്റേഷൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുന്നത്, സ്മോക്കിംഗ്, ആൽക്കഹോൾസ് എല്ലാം ഒഴിവാക്കുന്നത്, അതേപോലെ തന്നെ റെഗുലർ എക്സസൈസുകൾ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതെല്ലാം പ്രിമോഡ് ലെവൽ ഓഫ് പ്രിവെൻഷനിൽ വരുന്ന സ്ട്രാറ്റജീസ് ആണ്. പിന്നെ പ്രൈമറി ലെവൽ ഓഫ് ഡിസീസ് പ്രിവെൻഷനിൽ വരുന്ന 2 സ്ട്രാറ്റജീസ് ആണ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് പ്രൊമോഷനിൽ ഡിസീസ് പ്രിവെൻഷനിൽ വരുന്നതാണ് 2 ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ആൻഡ് ഇൻ ടെറിഷറി ലെവൽ ഓഫ് പ്രിവെൻഷൻ there are mainly 2 strategies. First one is disability limitation and the next one is rehabilitation. So this is all about the levels of disease prevention. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്ന. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി, നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സർവീസസുകൾ, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ്, പിന്നെ ഹെൽത്ത് കെയർ ടീമിൽ ആരൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലിന്റെ ടൈപ്സുകൾ, അതൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സോ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പഠിക്കാം. കാരണം ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ഈ വീഡിയോ. സോ നമുക്ക് കാരണം പതുക്കെ പഠിച്ചാൽ മതി, നമുക്ക് കുറച്ചധികം ടൈം ഉണ്ടല്ലോ നമുക്ക് എന്തായാലും. സോ ഇന്ന് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. അപ്പൊ ഇത്ര എടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷൻസ് ആയിരിക്കും എടുക്കുക. ഹെൽത്ത് കെയർ സർവീസസുകൾ എന്തൊക്കെയാണ്, അതേപോലെ ഹെൽത്ത് കെയർ ടീമിൽ ആരൊക്കെ വരുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, പല ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ്, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സോടെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും നാളും ഞാനിപ്പം വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നപ്പം കുറച്ച് പേരെങ്കിലും ചോദിച്ചായിരുന്നു എന്താ ചേച്ചി വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്, കുറച്ച് തിരക്കായി പോയി. അപ്പൊ ഇനി എന്തായാലും ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, അല്ലെങ്കിൽ ഡെയിലി ഇടാൻ പറ്റുവാണെങ്കിൽ ഡെയിലി ഇടാം, അല്ല എങ്കിലും ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്ത് പോവാം. അതേപോലെ തന്നെ വേറെ സെമ്മില്, 4th സെമ്മിലൊക്കെ സബ്ജക്ട് ടോപ്പിക്സുകൾ എടുക്കാവോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വഴിയെ എല്ലാം എടുക്കാം. എക്സാമിന്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യിപ്പിക്കാം. പിന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. എന്തായാലും ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇട്ടേക്കാം. സോ പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പേജ് ആയിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡിന്റെ പേജ് ആയിട്ടുള്ള പെൻ വസ്ത്ര, അപ്പോൾ അതിനകത്ത് ഞാൻ അപ്ഡേറ്റ്സുകൾ ഇടുന്നതാണ്. ഒത്തിരി പേര് എന്താ വാങ്ങിച്ചായിരുന്നു, കുറെ പോസിറ്റീവ് ഫീഡ്ബാക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.